അപ്പൊ HSC മാത്തമാറ്റിക്സിൽ മെട്രിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് കണ്ടോലോ. ഇതിനോടൊപ്പം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ ചോദ്യം, ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഈസ്. ഇതിന്റെ വാല്യൂ കാണാനാണ്, ഡിറ്റർമിനന്റ് കാണാനാണ്. ഇങ്ങനെ കാണാന്ന് നമ്മള് സാധാ ചെയ്യുന്നത് എന്താ, ഫസ്റ്റ് വാല്യൂ ഇൻറ്റു അടിഭാഗം ഇതിന്റെ ഫസ്റ്റ് വാല്യൂ ഇൻറ്റു ഇതിന്റെ ഒരു ഡിറ്റർമിനന്റ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. തൽക്കാലം അതിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് ചെറിയ ട്രിക്കുകൾ ഓർത്ത് വെക്കുക. ഇവിടെ റാങ്ക് ഓഫ് എ ഈക്വൽ ടു ഒരു കാര്യം അറിയാലോ, റാങ്ക് ഓഫ് എ ഈക്വൽ ടു ഈ മെട്രിക്സിന്റെ എന്നിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിലല്ലേ ഡിറ്റർമിനന്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, നോട്ട് ഈക്വൽ ടു 0 വരുള്ളൂ. അപ്പൊ ഇത് റാങ്ക് ഓഫ് എ അതിനേക്കാളും കുറവാണെങ്കിൽ എന്ത് വരും, റാങ്ക് ഓഫ് എ അതിനേക്കാളും കുറവാണെങ്കിൽ സംഭവം 0യിലേക്ക് പോകും, ഡിറ്റർമിനന്റ് 0 കിട്ടും. അപ്പൊ അതൊന്ന് നമ്മൾ നോക്കിയാൽ മതി ഇതിന്റെ സെയിം ആണെന്ന്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിൽ നോക്കാം. ഇപ്പൊ ഫസ്റ്റത്തെ റോയും ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഫസ്റ്റത്തെ റോയും തേർഡ് റോയും സെയിം അല്ലേ, തേർഡ് റോയും സെയിം അല്ലേ. സോ അതിന്റെ റാങ്ക് ഒരിക്കലും എന്ത് വരില്ല, n വരില്ല, 4 വരില്ല. സോ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ ഫോർ ദ മെട്രിക്സ്. മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട് 4 0 -1 0 7 -2 0 0 3. ഏകദേശം ഒരു അടിഭാഗത്തുള്ളതൊക്കെ 0 ആയതുകൊണ്ട് ഇതിന്റെ ഒരു എൻട്രീസ് ഇപ്പോൾ ഡയഗണൽ എൻട്രീസ് എന്തായിട്ട് വരും, അതിന്റെ ഏക്കൺ വാല്യൂസ് ആയിട്ട് വരും അല്ലെ. ഇത് ക്ലിയർലി നമുക്കത് ക്ലിയർ ആണ്. 4 to 7 ഇത് മാത്രമേ വരത്തുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം 0 ആണല്ലോ. അപ്പൊ ഡയഗണൽ എൻട്രീസ് ഏക്കൺ വാല്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ അതെന്തായിരിക്കും, ഓൺലി വൺ പോസിബിലിറ്റി, അതെന്താണ്, ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, അപ്പൊ ബാക്കി ഇതിന്റെ ഓപ്ഷൻ ബി എടുക്കുകയാണെങ്കിൽ റാങ്ക് ഈസ് 2 ആണ്, അല്ല 3 ആണ് വരാം. പിന്നെ അതെന്തായിരിക്കും, ഇൻവേർട്ടബിൾ ആയിരിക്കും, പിന്നെ സിമെട്രിക് അല്ല. സോ ഡയഗണലൈസബിൾ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് A1 A2 A3 എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭാഗിക ക്രമം ഏതാണ്. ഓപ്ഷൻ എ ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി 1 1 1 1 0 0 0 1 1 0 0 0 1. എയും ബിയും ഇവയൊന്നുമല്ല. നമുക്കൊന്ന് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളത് പാർഷ്യൽ ഓർഡർ, ഭാഗിക ക്രമം. അപ്പൊ എന്താണ് പാർഷ്യൽ ഓർഡർ എന്നറിയണ്ടേ. പാർഷ്യൽ ഓർഡറിന് 3 കണ്ടീഷൻ ഉണ്ട് കേട്ടോ. പാർഷ്യൽ ഓർഡർ ഇത് പറയുന്നത് റിലേഷൻസിലാണ്. ഇപ്പൊ പാർഷ്യൽ ഓർഡറിന് 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് റിഫ്ലെക്സീവ്, രണ്ടാമത്തത് ആന്റി സിമെട്രിക്, മൂന്നാമത്തത് ട്രാൻസിറ്റീവ്. അപ്പൊ റിഫ്ലെക്സീവ് മീൻസ് ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു എലമെന്റ് എടുത്തു. അപ്പൊ A, എന്നത് ആ റിലേഷനിൽ ഉണ്ടാക്കുക. ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞാല് A B എന്ന് പറഞ്ഞ ഒരെണ്ണം അത് റിലേഷനിലുണ്ട് എങ്കിൽ B, Aയും ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ B, Aയും ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ട്രാൻസിറ്റീവ് മീൻസ് A B എന്ന് പറയുന്നത് ആ റിലേഷനിലുണ്ട്, B, Cയും ആ റിലേഷനിൽ ഉണ്ട് എങ്കിൽ A, Cയും ആ റിലേഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെയാണ് ഈ 3 കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് നമുക്ക് തന്നതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഓപ്ഷൻ എ ഞാൻ എടുത്തു. ഓപ്ഷൻ എ എന്താ പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാൻ ആ റിലേഷനെ എമ്മാറിന് ഡിനോട്ട് ചെയ്യാണ്. നമുക്ക് തന്നിട്ടുള്ളത് A1 A2 A3 അല്ലേ. അപ്പൊ അത് അങ്ങനെ എഴുതാണ്. A1 A2 A3. അപ്പൊ ഇനി അതൊക്കെ റിലേഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഇതെങ്ങനെയാ എന്ന് വെച്ചാല് A1 1 വരുന്നുണ്ടെങ്കിൽ അത് ആ റിലേഷനിൽ ഉണ്ടെന്നാണ്. അപ്പൊ A1 1 A2 1
A3 1. അപ്പൊ A1 ഉണ്ടല്ലോ. അപ്പൊ എന്താണത്? റിഫ്ലെക്സീവ് ആണ് എഴുതി. ഇനി ആന്റി സിമെട്രിക്. അപ്പൊ AB എന്നത് റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ A1 A2 എടുത്തു, അത് 0 മീൻസ് ആ റിലേഷനിലില്ല അല്ലെ? അങ്ങനത്തെ ഒന്നുമില്ല. അത് A1 A1 ആ സംഭവങ്ങളുള്ളൂ. ഇത് ഉണ്ടെങ്കിലേ ഈ കണ്ടീഷൻ നോക്കണ്ടു. ഇതെന്താണ്? ഓൾറെഡി ആന്റി സിമെട്രിക് ആണ്. അപ്പൊ ആന്റി സിമെട്രിക് ആണ്. പിന്നെ ട്രാൻസിറ്റീവ് AB-യും BC-യും ഉണ്ടെങ്കിലല്ലേ നോക്കണ്ടു. AB BC ഇതൊന്നുമില്ല. സോ അത് ട്രാൻസിറ്റീവ് കൂടിയാണ്. അപ്പൊ നമുക്ക് കിട്ടി ഓപ്ഷൻ എ എന്നത് പാർഷ്യൽ ഓർഡർ ആണ്. പക്ഷെ ഇവിടെ വേറൊരു സി തന്നിട്ടുണ്ട്, എയും ബിയും. അപ്പൊ നമുക്കൊന്ന് ബിയും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ബിയിൽ നമുക്ക് 110 അത് എഴുതി നോക്കാം. A1 A2 A3 A1 A2 A3 നോക്കിയൊക്കെ 0 0 0 1 ഡയഗണൽ എൻട്രീസ് ഉള്ളത് കൊണ്ട് നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. പിന്നെ ആന്റി സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ A2 A1 ഞാൻ എടുത്തു. A2 A1 1 ആണ്. അപ്പൊ A2 A1 ഉണ്ട്. ഇനി A1 A2 കൊടുക്കണം. അപ്പൊ അതിന് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇവിടെ 0 വരണം. അപ്പൊ A1 A2 എടുത്തപ്പോ അത് അതിലുണ്ട്. പക്ഷെ A2 A1 ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അത് ആ റിലേഷനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നോട്ട് ആന്റി സിമെട്രിക്. ആന്റി സിമെട്രിക് അല്ല. സോ ബി വരത്തില്ല. ബി വരില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് രണ്ട് മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിനെ ആദ്യം നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് 10 11 12 ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 പ്ലസ് 20 അതായത് റോ കോളം വൈസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 8 8 2 into 11 22 1 into 9 9 plus 2 into 12 24 3 into 9 27 plus 40 3 into 8 24 plus 44 3 into 9 27 plus 4 into 12 48. Next 5 into 9 45 plus 60 5 into 8 40 plus 66 5 into 9 45 plus 6 into 12 72. Then നമുക്ക് എന്ത് വന്നു? 29 30 33 4 67 68 7 4 15 75 105 106 നെക്സ്റ്റ് 117 ഇങ്ങനെ ഒരെണ്ണം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണം. ഡിറ്റർമിനന്റ് കാണാനുള്ള ഒരു ഇപ്പോൾ 3/3യുടെ ഡിറ്റർമിനന്റ് കാണാനുള്ള ഒരു ഷോർട്ട് ഫോം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 29 57 ഇതിലൊക്കെ 1 കൂട്ടിയാലാണ് നമുക്ക് ഇവിടെ 30 കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത് സബ്സ്ട്രാക്ട് ചെയ്ത് കളയാലോ. C2 gives C2 minus C1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 29 67 105 30 minus 29 1 1 1 33 75 117. ഇപ്പോൾ നോക്കിയേ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ ഏതെങ്കിലും rows or columns linear multiple or linear combinations ആയിട്ട് എഴുതാൻ കഴിയുകയാണെന്ന് linear combination of another ആണെങ്കിൽ അവിടെ ഡിറ്റർമിനന്റ്
അതായത് അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ C2 എന്ന് പറയുന്നത് എന്താ ഈ C1ന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഫുള്ള് 1 ആണല്ലേ? നമുക്ക് ഈസി ആയിട്ട് അത് മൈനസ് ചെയ്ത് കളയാലോ. എന്ത് വരും? C2 നമ്മൾക്ക് അത് C2 മൈനസ് C1 ചെയ്യാം. C3 മൈനസ് C1 ചെയ്യാം. എന്ത് വരും? 29 133 67 67ൽ നിന്ന് 29 കുറക്കുക. അപ്പൊ ഏകദേശം ചെയ്യുമ്പോൾ 67 മൈനസ് 29 നമുക്ക് ലൈക്ക് 38 കിട്ടും. ആൻഡ് 0 there 75 minus 33 ഏകദേശം നമുക്ക് ഈ ഒരു വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് ആ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനോ? ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു രണ്ട് റോസ് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ആദ്യത്തെ 38ന്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആണല്ലോ 76. 38 into 2 ചെയ്താലാണല്ലോ 76 വരുന്നത്. സോ അതുപോലെ 42 into 2 ആണ് 84. സോ ഇത് രണ്ടും തമ്മിൽ എന്താണ്? ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 3 എന്തായാലും വരില്ല. അതുകൊണ്ട് അതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? നമുക്ക് 0 വരും. ഇനി അതല്ല, ഇവര് തമ്മിലൊന്നും ലീനിയർ കോമ്പിനേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഡിറ്റർമിനന്റ് എന്തായേനെ? നോട്ട് ഈക്വൽ ടു 0 ആയേനെ. ബട്ട് ഹിയർ രണ്ടെണ്ണം തമ്മിൽ ലീനിയർ കോമ്പിനേഷൻ ഉണ്ട്. സോ ഡിറ്റർമിനന്റ് ഈസ് 0. പിടികിട്ടില്ല. അടുത്ത ചോദ്യം. A1 A plus B B minus C7 2 2 0 C3 ഒരു സമമിത മെട്രിക്സ് ആണെങ്കിൽ എയുടെ വില എന്ത്? സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എയുടെ വില എന്ത് എന്നാണ് ചോദ്യം. സമമിത മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും. അതായത് ഇപ്പോ എ ബി ബി സി ബി സി അതുകൊണ്ടോ ഇങ്ങനെ സിമെട്രി ഉണ്ടായിരിക്കും. അതിൽ മുകളിലത്തെ മടിയതും എലമെന്റ്സ് സെയിം ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കാന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും? A plus B plus C എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്? 7നോട് ഈക്വൽ ആണ്. അതുപോലെ B minus C എന്നതിനോട് ഈക്വൽ ആയിരിക്കും? 0നോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഇവിടെ C എന്നതിനോട് ഈക്വൽ ആയിരിക്കും? 2നോട് ഈക്വൽ ആയിരിക്കും. C എന്ത് കിട്ടി? 2 ആണ് കിട്ടി. C 2 ആണെന്നുണ്ടെങ്കിൽ B കണ്ടുപിടിക്കാലോ. B എന്ന് പറയുന്നത് C plus 2. B minus C നെ നമുക്ക് എന്തെന്ന് എഴുതാം? മൈനസ് C അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈക്വൽ ടു പ്ലസ് C ആവും അല്ലെ? B ഈക്വൽ ടു C plus 2 കിട്ടി. നമുക്ക് A plus B plus C ഇട്ട് കൊടുക്കാലോ. A plus 2 plus 2 equal to 7. That is A plus 4 equal to 7. A equal to 7 minus 4, that's equal to 3. നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. A of theta തന്നിട്ടുണ്ട്. cos theta minus sin theta cos theta ആണെങ്കിൽ A root s a raised to 12 pi by 6 ആണ് നമുക്കിവിടെ കാണേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ റൊട്ടേഷണൽ മെട്രിക്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് A raised to n എന്ന് പറയുന്നത് cos n theta minus sin n theta sin n theta cos n theta ഇങ്ങനെയാണ് ഇപ്പൊ വരാം. ഇത് വെച്ചിട്ട് നമുക്കത് ചെയ്യുമ്പോൾ A raised to 12 ചെയ്യുമ്പോൾ എന്ത് വരും? cos 12 theta minus sin 12 theta sin 12
തീറ്റ കോസ് 12 തീറ്റ വന്നല്ലോ. ഈ തീറ്റ വരെ തന്നിട്ടുണ്ട് 5/6. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 5/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5/6 കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. എന്ത് വരും? 6 cos 12 into 5/6. അപ്പൊ cos 12 into 5/6 എന്താണ് വരാ? അതായത് 6 12 2 വട്ടം പോവും, 2 വട്ടം അല്ലെ? അപ്പൊ ഇതൊക്കെ വെട്ടിപ്പോകും അല്ലേ? അപ്പൊ എന്ത് തന്നു? cos 2π sin 2π minus sin 2π cos 2π. ഇതൊക്കെ വാല്യൂസ് നമുക്ക് അറിയുന്നല്ലേ? cos 2π ന്റെ വാല്യൂ എന്താണ്? cos 2π ന്റെ വാല്യൂ എന്താണ്? cos 2π ന്റെ വാല്യൂ 1 ആണ്. ആൻഡ് sin 2π ന്റെ വാല്യൂ 0 ആണ്. ഇപ്പൊ എന്ത് വരും? cos 2π ഇത് 1 0 0 1. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? ഇതെന്താണ് ഇവിടെ? ഐഡന്റിറ്റി മാട്രിക്സ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. എ ഒരു ലംബിക മാട്രിക്സ് ഓർത്തോഗണൽ മാട്രിക്സ് ആണെങ്കിൽ എയുടെ സാധ്യമായ മൂല്യം എന്ത്? അപ്പൊ ഇവിടെ ലംബിക മാട്രിക്സ്, ഓർത്തോഗണൽ മാട്രിക്സ്. എന്താണ് ഓർത്തോഗണൽ മാട്രിക്സിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക? ഓർത്തോഗണൽ മാട്രിക്സിന് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐ ആണ്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്താണ്? ഐ. ഐഡന്റിറ്റി മാട്രിക്സ് ഇത് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ എ ട്രാൻസ്പോസ് അറിയാലോ. അപ്പോൾ എ ബി സി ഡി തന്നിട്ടുണ്ട്. ഇനി എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? എ ബി. ഇത് അങ്ങോട്ട് നിന്ന് മാറ്റിയതാല്ലേ. അപ്പൊ എന്ത് വരും? ഇവിടെ സി, ഇവിടെ ബി. ഇത് ചെയ്യുമ്പോൾ ദാറ്റ്സ് എന്ത് തരണം? 1 0 0 1 തരണം. അപ്പൊ എന്ത് വരും? എ ഇൻറ്റു എ സ്ക്വയർ, ബി ഇൻറ്റു ബി സ്ക്വയർ. അപ്പൊ ഇതിന്റെ മൈനസ് എന്ന് പറയുന്നത് മൈനസ് ബി സ്ക്വയർ. ബാക്കിയുള്ള എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എയുടെ വാല്യൂസ് മാത്രമല്ലേ കാണുള്ളൂ. അപ്പൊ അത് മാത്രം എടുക്കുക. ഇത് 1 0 0 1. ഇതിൽ നിന്ന് എന്ത് കിട്ടി? എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എയുടെ സാധ്യമായ മൂല്യമല്ലേ. എ സ്ക്വയർ എന്ന് പറയുന്നത് 1 മൈനസ് ബി സ്ക്വയർ. ഇനി ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. 8 വരെ ഒന്ന് നോക്കാം. അപ്പൊ 8ന്റെ സ്ക്വയർ എന്താണ്? 64. 1 മൈനസ് ബി സ്ക്വയർ. അങ്ങനെയെങ്കിൽ ബിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഐഡിയ. ഇവിടെ 64, ഓക്കെ സോറി 64 പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ ബി സ്ക്വയർ 64 ആവുമ്പോൾ ബി സ്ക്വയർ എന്താവും? 1 മൈനസ് 64, ദാറ്റ് ഈസ് മൈനസ് 63 വന്നു. ഇത് നെഗറ്റീവ്. അപ്പൊ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറും അല്ലേ. സോ ഈ ഒരു ഓപ്ഷൻ നടക്കത്തില്ല, അത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, 4. അപ്പോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 ഇത് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതും ഓൾമോസ്റ്റ് പോസിബിൾ അല്ല. കാരണം 60 എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ എന്ത് വരും അവിടെ? 1 മൈനസ് 16, ദാറ്റ് ഈസ് അഗെയിൻ മൈനസ് 15. സോ ഇതും പോസിബിൾ അല്ല. പിന്നെ എന്താണ്? 2 വരും. സെയിം റിപ്പീറ്റേഷൻ തന്നെയാണല്ലോ. അപ്പൊ ഇതും വരില്ല. അപ്പൊ ഓൺലി വൺ പോസിബിലിറ്റി, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ.